ഉത്തരമാറ്റിൻ്റെ അപ്കമിങ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. നന്ദുവിൻ്റെ കൈയും പിടിച്ച് അനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ആദർശിന് സങ്കടം സഹിക്കാനാകുന്നില്ല. അങ്ങനെ ആദർശ് നയനയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് പറയാണ്, നയനെ, അനിയെ തിരിച്ചു വിളിക്ക്. നീ പറഞ്ഞാൽ അവൻ അനുസരിക്കും. നീ എന്ന് വെച്ചാൽ അവന് നല്ല മര്യാദയാണ്. അവനെ തിരിച്ചു വിളിക്കും നയനെ എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കുക ആദർശേട്ടാ, ഞാൻ വിളിക്കില്ല. ആ താലി എടുത്തു കൊടുത്ത് അനിയെ കൊണ്ട് കെട്ടാൻ പറഞ്ഞത് നിങ്ങളാണ്. എനിക്കതിൽ യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് ഞാൻ വിളിക്കില്ല എന്ന് പറയുകയാണ്. മുത്തശ്ശിയാകട്ടെ അനി പോകുന്നത് കണ്ട് കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാം ഉപേക്ഷിച്ച് അവൻ വനവാസത്തിന് പോയി എന്ന് പറയുകയാണ്. അപ്പം അജയൻ പറയുകയാണ്, ഈ കൈകയും മന്ദരയും കാരണമാണ് അവൻ ഈ അവസ്ഥ വന്നതെന്ന് പറയുക. അപ്പം ജാനകി പറയുന്നുണ്ട്, എൻ്റെ വയറ്റിൽ തീ കോരിയിട്ടിട്ടാണ് അവൻ പോകുന്നത്, പോടാ പോ എന്ന് ശപിക്കുന്നത് പോലെ പറയുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ജലജി ആകട്ടെ ഒരാൾ ഒഴിഞ്ഞുപോയി എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ്. പിന്നീട് പ്ലാറ്റ്ഫോമിലിരിക്കുന്ന അനിയെയും നന്ദുവിനെയും കാണിക്കുന്നുണ്ട്. അപ്പം നന്ദു പറയുകയാണ്, ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാ പെൺകുട്ടികളെയും പോലെ എൻ്റെ കഴുത്തിലും താലി കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ എന്തോ പുതിയതുപോലെ തോന്നുന്നു എന്ന് പറയുകയാണ്. ഇന്ന് തൊട്ട് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുകയാണെന്ന് നന്ദു പറയുന്നത് കേൾക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, അതെ, നീ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടാകും എന്ന് പറയുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ കഴുത്ത് താലി കിട്ടിയില്ലേ നീ അറിയാതെ തന്നെ നിൻ്റെ ഉള്ളിൽ ഒരുപാട് ധൈര്യമുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ എപ്പോഴും പോലെയല്ലാതെ ഇന്ന് പുതിയതായി സംസാരിക്കുന്നത് എന്ന് പറയാം. എന്തോ അറിയില്ല, കഴുത്തിൽ താലി വീണ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി മാറുമെന്നാണ് തോന്നുന്നത്. നെഞ്ചെല്ലാം പടപടാന്നടിക്കുന്നു അനി. ഇതിൻ്റെ പേരിൽ നിൻ്റെ അമ്മ എൻ്റെ ചേച്ചിമാരെ എന്തൊക്കെ പറയുവാണാവോ. ആ ജലജ അപ്പച്ചി അതിനെ എത്ര വലുതാക്കുമെന്നോ എനിക്ക് പേടിയാകുന്നു എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, അങ്ങനത്തെ പേടിയൊന്നും മനസ്സിൽ വെക്കേണ്ട. അവിടെ നമ്മുടെ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഏട്ടനല്ലേ, അതുകൊണ്ട് ഏട്ടൻ തന്നെ എല്ലാവരുടെയും വായടച്ചോളും. അവർ രണ്ടുപേരും അല്ലാതെ ബാക്കി എല്ലാവരും നമുക്ക് തന്നെയല്ലേ സപ്പോർട്ട് ചെയ്തത് എന്ന് പറയുകയാണ്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, ശരി, ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പറയുകയാണ്. അതാണ് ഞാനും ആലോചിക്കുന്നതെന്ന് അനി പറയുമ്പോൾ, എന്താ ആലോചിക്കുകയാണെന്നോ? ഇത്ര കോൺഫിഡൻസോടെ വീട് വിട്ട് പോകാമെന്ന് പറയുമ്പോൾ തന്നെ താമസിക്കാനുള്ള സ്ഥലവും ആലോചിക്കണ്ടേ? ശരി, രാത്രിയാകാനായില്ലേ, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിക്കാം എന്ന് പറയാം. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയാണെച്ചാൽ ഫോൺ എടുത്തിട്ട് ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ ഗസ്റ്റ് ഹൗസ് ഫ്രീ ആണോ ചോദിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ലീസിന് വിട്ടിരിക്കുകയാണെന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ അനിക്ക് സങ്കടമാവുകയാണ്. ഫോൺ വെക്കുന്നുണ്ട്. അനിയുടെ മുഖം മാറുകയാണ്. ഇത് കണ്ടിട്ട് നന്ദുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്താ ഇല്ലയെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് അനി തലയാട്ടുന്നുണ്ട്. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം നന്ദു പറയുകയാണ്, ശരി, നടക്ക്, ഒരു വഴിയുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് എന്ന് അനി ചോദിക്കുന്ന സമയത്ത്, ആദ്യം നീ നടക്ക്, പിന്നെ പറയാമെന്ന് നന്ദു പറയുകയാണ്. പിന്നീട് അനന്തപുരി കാണിക്കുന്നുണ്ട്. അനന്തപുരിയിൽ എല്ലാവരും സങ്കടത്തിലാണ്. അങ്ങോട്ടേക്ക് ജലജ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്, ആഹാ, എത്ര നല്ല സീനാണ്. ഇങ്ങനെ ഒരു അവസ്ഥ കാണാനാണ് ഞാൻ ഇതുവരെയും ആഗ്രഹിച്ചിരുന്നത്. നിങ്ങളുടെയൊക്കെ ദുഃഖം കാണുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ഒരവകാശി പുറത്തുപോയി, ആ സ്ഥാനം കാലിയായി. അതിനി എൻ്റെ അബിക്ക് കിട്ടും. ഇനി ആദർശിനെയും നയനിയെയും കൂടി പാക്ക് ചെയ്താൽ ശരിയായി എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. ഇങ്ങനെ എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ അപ്പം എല്ലാവരും സങ്കടത്തിലിരിക്കുന്നത്? പുതിയതായി എന്താണ് നടന്നത്? ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഊഹിച്ചതല്ലേ. ഞാനും ജാനകിയും പേടിച്ചത് തന്നെയല്ലേ നടന്നത്. ഇതൊക്കെ ഈ വീട്ടിൽ പുതിയതാണോ? എപ്പോഴോ ഈ വീടിൻ്റെ ചരിത്രം ആ കനക എഴുതി കഴിഞ്ഞു. ആ വീട്ടിലെ പെൺകുട്ടികളൊക്കെ എന്തോ ഈ വീട്ടിലെ ആൺകുട്ടികൾക്ക് വേണ്ടി പ്രസവിച്ചതുപോലെയുണ്ട് എന്ന് പറയാം. ഇത് കേൾക്കുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട്, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്ത് നടക്കരുതെന്ന് വിചാരിച്ച എൻ്റെ മകനെ ഇത്ര കാലം വിലക്കി വെച്ചിരുന്നോ അത് തന്നെ നടന്നു. സ്നേഹം എന്ന് പറഞ്ഞ് അവൻ ഈ പെറ്റമ്മയ്ക്ക് ദ്രോഹം ചെയ്തിട്ട് പോയി. എൻ്റെ വയറ്റിൽ തീ കോരിയിട്ടിട്ടാണ് അവൻ പോയത് എന്ന് പറയുകയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, എന്തിനാണ് നീ കരയുന്നത്? അവൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് നീ എപ്പോഴെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിൻ്റെ ഇഷ്ടങ്ങളാണ് എപ്പോഴും അവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നീ ഒരൊറ്റ ആൾ കാരണമാണ് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവൻ മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചത്. നന്ദു എങ്ങാനും മറ്റൊരാൾക്ക് സ്വന്തമാകുമോ എന്നുള്ള പേടി കൊണ്ടാണ് അവൻ വിവാഹം കഴിച്ചത്. പ്രേമിച്ച കുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു. ഇത്രകാലം അവന് അനാമിക കാരണവും നീ കാരണവും നരക ജീവിതമായിരുന്നു. ഞാൻ ഉറപ്പായും പറയുകയാണ്, ഇന്ന് തൊട്ട് അവൻ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങും പറയുക. കേൾക്കുന്ന സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട്, എന്തു വെച്ച് ജീവിക്കും? എന്ത് ചെയ്ത് ജീവിക്കും? അവൻ എന്താ അറിയുക? ആ നന്ദു എന്ന് പറയുന്നവൾ അവൻ്റെ ജീവിതത്തിൽ വന്നത് തൊട്ടാണ് അവൻ്റെ ജീവിതം ഇങ്ങനെയായത്. ഇപ്പോൾ നടു റോട്ടിലും എത്തി എന്ന് പറയാം. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, നോക്ക് ജാനകി,
ഇതാരും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. അവൻ ഇവിടെയാണെങ്കിലും പുറത്താണെങ്കിലും അനന്തപുരിയിലെ പയ്യനാണ്. ഈ ദേഷ്യവും വാശിയും ഒക്കെ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാകില്ല. അനിയും നന്ദുവും എപ്പോഴോ ഇഷ്ടത്തിലായവരാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമാകില്ലെന്ന് കരുതിയാണ് അവരിതൊക്കെ മനസ്സിലൊളിപ്പിച്ചത്. പ്രസവിച്ച മകന് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നതിലല്ല, എന്ത് ചെയ്താലാണ് അവന് സന്തോഷത്തോടെ ഇരിക്കുക എന്നതിലാണ് കാര്യം. ഇപ്പോൾ അവൻ പറഞ്ഞത് തന്നെയാണ് നടന്നത്. അവൻ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് ജയൻ പറയുന്നത് കേട്ടിട്ട് ജാനകി പറയുകയാണ്, അതെന്ത് സന്തോഷമാണ് ഏട്ടാ. അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും വേണ്ടാന്ന് പറഞ്ഞ് ഇട്ട തുണിയോടെ പുറത്തു പോയാൽ എന്ത് സുഖമാണ് ഉണ്ടാകുക, എന്ത് സന്തോഷമാണ് ഉണ്ടാകുക എന്ന് ചോദിക്കുക. അപ്പം ജലജ പറയാണ്, ഇതെല്ലാം തലവരെയാണ് ജാനകി. ഒരു ദിവസം ആദർശിന് സംഭവിച്ചു, പിന്നൊരു ദിവസം എൻ്റെ മകന് നടന്നു, ഇപ്പോൾ നിനക്ക് സംഭവിച്ചു. ഇതിനൊക്കെ കാരണം നമ്മളല്ല, ഈ നയനയും ഈ നവ്യയും ആ കനകയുമാണ്. ഇവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ സുഖവും സന്തോഷവും നടു റോട്ടിൽ വെച്ച് വിൽക്കാൻ വേണ്ടി ജനിച്ചവരാണെന്ന് പറയാം. ഇത് കേട്ടിട്ട് ദേഷ്യം സഹിക്കാനാകാതെ നവ്യ പറയുന്നുണ്ട്, എന്താണ് ഞങ്ങൾ ഏലമിട്ട് വിറ്റത്? എൻ്റെ ഭർത്താവിൻ്റെയോ നിങ്ങളുടെയോ സ്വത്താണോ? അല്ലെങ്കിൽ ഈ അനന്തപുരിയിലെ സ്വത്താണോ? നിങ്ങളുടെ മകൻ എന്നെ പറ്റിച്ചത് കൊണ്ടാണ് എൻ്റെ കല്യാണം നടന്നത്. ഞാൻ പറ്റിക്കപ്പെട്ടത് കൊണ്ടാണ് നയനയുടെ കല്യാണം നടന്നത്. ഇപ്പോൾ നടന്നതാണ് ശരിക്കും കല്യാണം. ഇഷ്ടമില്ലാതെയാണ് നയനയ്ക്ക് കല്യാണം നടന്നത്. ഞാനും വേറെ വഴിയില്ലാതെയാണ് ഇവനെ കല്യാണം കഴിച്ചത്. പക്ഷേ നന്ദുവിൻ്റെ കല്യാണം മാത്രമാണ് പരസ്പരം ഇഷ്ടപ്പെട്ട് നടന്നത്. ഞങ്ങൾ 3 പേരിൽ നന്ദുവിന് മാത്രമാണ് ന്യായം ലഭിച്ചത്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആർക്കും ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അനിയും നന്ദുവും സന്തോഷത്തോടെ ഇരിക്കും എന്ന് പറയുക. അത് കേട്ടിട്ട് ജലജയ്ക്ക് സഹിക്കാനാവാതെ പറയാണ്, വായടക്കിടി. ഇപ്പോഴും നിൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഞങ്ങൾ കാരണം എന്തോ അന്യായം നടന്നതുപോലെയാണല്ലോ നീ പറയുന്നത് കേട്ടാൽ. ശരിക്കും അപമാനത്തെക്കുറിച്ച് നിനക്കെന്താ പറയാൻ യോഗ്യത? എന്തൊക്കെ നുണ പറഞ്ഞാണ് നിൻ്റെയും നിൻ്റെ അനിയത്തിയുടെയും കല്യാണം നടന്നത്? അതൊക്കെ മറന്നുപോയോ നീ എന്ന് പറയാം. ഇരിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, അതെ പറ്റിച്ചു. ഇപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ നടന്നതിനെക്കുറിച്ച് പറയാതെ എപ്പോഴോ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിക്കുകയാണോ നിങ്ങളെന്ന് പറയാം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ആദർശ് ഇപ്പോൾ നിന്നെ നന്നായി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആരോടും എന്തും പറയാം എന്നായിട്ടുണ്ട് നിനക്ക്. നിങ്ങളൊക്കെ വലിയ മന്ത്രവാദികളാണ്. ഓരോരോ തന്ത്രങ്ങൾ കാണിച്ച് എല്ലാവരെയും നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിക്കുകയാണെന്ന് പറയുകയാണ്. കേൾക്കുന്ന സമയത്ത് നവ്യ പറയാണ്, നിങ്ങൾ വായടയ്ക്കുന്നുണ്ടോ? ഇവിടെ ഒരമ്മ കരയാണ്, ഒരച്ഛൻ മകൻ പോയതിൻ്റെ ദുഃഖത്തിലാണ്, ഈ വീട്ടിലെ പയ്യൻ വീട്ടിൽ നിന്ന് പോയതിൻ്റെ സങ്കടത്തിലാണ് എല്ലാവരും. നിങ്ങളൊരു പെണ്ണാണെങ്കിൽ, ഒരു അമ്മയാണെങ്കിൽ അവരെ പോയി ആശ്വസിപ്പിക്കുക. അതിന് പറ്റിയില്ലെങ്കിൽ വായ മൂടിയിട്ടിരിക്കുക. വായ തുറന്നാൽ ആ നാക്ക് ഞാൻ അറുത്തെടുക്കുമെന്ന് പറയാം. കേൾക്കുന്ന സമയത്ത് ദേഷ്യം സഹിക്കാനാവാതെ അവി പറയുന്നുണ്ട്, നവ്യേ, എൻ്റെ അമ്മ സംസാരിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അനി ഈ വീട്ടിൽ നിന്നും പോയത് നിൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറയാം. ഇതൊക്കെ കേട്ടിട്ട് കുറേ നേരമായി നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. മുത്തശ്ശൻ എണിച്ചിട്ട് പറയുന്നുണ്ട്, അഭിയും ജലജയും കുറച്ചു നേരം വായ അടച്ചിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ്.